വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഹാപ്പിനെസ് വിത്ത് റേഷു. അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വർക്ക് സ്പേസ് അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസ് ആണ്. അപ്പം ഇന്ന് നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത്. സോ അപ്പം ഇതാണ് എൻ്റെ പേഴ്സണൽ സ്പേസ്. ഈ ഒരു ടേബിള് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. അപ്പം ഇവിടെ നിന്നാണ് ഞാൻ ഒരുങ്ങുന്നതും കാര്യങ്ങളൊക്കെ. അതിരിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയണേ, ഞാൻ റിലാക്സ്ഡ് ആവണേ. ഇവിടെ എൻ്റെ ടേബിൾ വരുന്നുണ്ട്. ഇവിടെ ഈ പുറകിൽ കാണുന്ന എൻ്റെ ടേബിളാണ്. അപ്പം ഈ ഒരു സ്പേസിലാണ് ഞാൻ കൂടുതൽ വന്ന് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ജേർണൽസ് ഉണ്ട്. എനിക്കിടയ്ക്ക് ഒരു വട്ടുണ്ടായിരുന്നു. ഇതൊരു കുഞ്ഞു ഡയറിയുണ്ട്. അപ്പം എൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ എഴുതി വയ്ക്കും. എനിക്ക് എന്തെങ്കിലും തോട്ട്സ് പിന്നെന്താ എന്തെങ്കിലും കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ, എന്തെങ്കിലും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സ്പേസ് പറയണ്ടല്ലോ, ഇവിടെ എൻ്റെ കുറേ ഐറ്റംസൊക്കെ ഇരിക്കുന്നത് കാണിച്ചുതരാം. എൻ്റെ ഒറ്റ നോട്ടത്തിൽ ഞാൻ ഇതൊന്ന് അടുക്കി പെറുക്കി വെച്ചതാണ്. ബട്ട് ഇവിടെ ഇപ്പം അലങ്കോലമായിട്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് എൻ്റെ ബുക്കുകൾ, പിന്നെ ഇവിടെ ഒരു മണി പ്ലാന്റ്, പിന്നെ ഇതാണ് എൻ്റെ ജംഗമ വസ്തുക്കൾ എന്നൊക്കെ പറയത്തില്ലേ, എൻ്റെ കമ്മൽ സെറ്റുകൾ. ഇവിടെ എൻ്റെ കമ്മൽ. പിന്നെ ഇവിടെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് അല്ലാത്ത കുറേ സാധനങ്ങൾ. പിന്നെ ഇത് പണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് ജിജു വാങ്ങിച്ചു തന്നൊരു പാവക്കുട്ടി. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം നമ്മളിന്ന് ഈ ഒരു ടേബിൾ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വിചാരിക്കണം. വാങ്ങിച്ച ഈ ഒരു സാധനം കൊണ്ട് ഞാനിത് മുഴുവൻ അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പം വൃത്തിയാക്കാം. ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. എൻ്റെ കുറേ അഴുത്തുകൾ സാധനങ്ങളാണ്. പിന്നെ ഇതെൻ്റെ കമ്മലിൻ്റെ പെട്ടി എന്ന് പറയല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാം താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് അവിടെ മുഴുവൻ പൊടിയായിരുന്നു. അപ്പോൾ പൊടിയൊക്കെ ഒരു തുണി കൊണ്ട് തുടച്ച് കളയുകയാണ്. ഇപ്പോൾ തുടച്ച് കളഞ്ഞിട്ട് വേണം ബാക്കി ഐറ്റംസൊക്കെ തിരിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഓർഗനൈസർ. അപ്പോൾ അതിനകത്തേക്ക് ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് കയറ്റാം. അപ്പോൾ ഇതാദ്യം ഞാൻ തട്ടിക്കളയുന്നത് എനിക്ക് തോന്നുന്നു പെർഫ്യൂമിൻ്റെ ബോട്ടിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ബോട്ടിലല്ല, അതിൻ്റെ കവറാണ്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കളഞ്ഞില്ല, അതിനകത്ത് ഇട്ട് വെച്ചത്. പിന്നെ ഇത് എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതൊക്കെ വെച്ചിട്ട് ഞാൻ എവിടെയോ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇവിടെ സ്റ്റുഡിയോയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിങ്ങനെ നല്ല രസമാണ്, നമുക്ക് ഹെയറിലൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട്. കുഞ്ഞു പിള്ളേരുടെ സാധനമാണ്, പക്ഷെ നമുക്ക് വലിയവർക്കും അത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ തപ്പിപ്പെറുക്കി എടുക്കുവാണ്. ഞാൻ അത് കിട്ടിയ ഇതിനകത്ത് തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത് പേപ്പറിൽ. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും മാറ്റാന്ന്. ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ അതിനകത്തേക്ക് വെക്കുവാണ്. ഇനിയിപ്പോൾ അടുത്ത ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കാം.
നേഴ്സിന് എന്തിൻ്റെ വിശപ്പത്തിന് വാങ്ങിച്ചാണോ എന്തോ. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് നഖം വാർത്തുണ്ട്, എന്തെങ്കിലും കട്ടി പോലും ഇല്ല. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കളയാനായിട്ട് കിട്ടും. അപ്പോൾ ഓർഗനൈസർ നമ്മൾ ഓൾമോസ്റ്റ് ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള സാധനങ്ങൾ അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ അത് ഞാനിപ്പോൾ എവിടെ വെക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഈ അറ്റത്ത് വെക്കണോ അതോ ആ അറ്റത്ത് വെക്കണോ എന്നൊക്കെ. അങ്ങനെ ഞാൻ കറണ്ട് ഇപ്പം സെൻറ്ററിൽ വെച്ചേക്കുവാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അത് എവിടെ നിന്നാലാണ് എനിക്ക് ആ ഒരു ഇത് വരുന്നതെന്നുള്ളത്. ഇനി നമുക്ക് അങ്ങനെ നമ്മുടെ ഓർഗനൈസറിലെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ കമ്മൽ പെട്ടിയാണ്. കമ്മൽ പെട്ടി എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഞാൻ കമ്മലിൻ്റെ പെട്ടിയും സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത വാച്ചാണ്. ഇതൊക്കെ ഞാൻ അത്യാവശ്യം ഓഫീസിൽ യൂസ് ചെയ്യുന്ന വാച്ചുകളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വാച്ച് അപ്പുറത്താണ്. അപ്പോൾ അതെടുക്കാൻ പോയപ്പോൾ എനിക്കൊരു കമ്മലും കൂടി കിട്ടി. അപ്പോൾ കമ്മലൊക്കെ ഞാൻ യഥാസ്ഥാനത്ത് തിരിച്ച് വെക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പം ഇതൊക്കെ ചെറിയ ചെറിയ കമ്മലൊക്കെ ആയിട്ട് ചെറിയ പെട്ടികളൊക്കെ എനിക്ക് കമ്മൽ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് വയ്ക്കും. അതും പിന്നെ അതിൻ്റെ പിന്നാണ് തോന്നുന്നു, പിന്നിൻ്റെ പെട്ടിയാണ്. അപ്പം അതൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നി അത് അവിടെ അറേഞ്ച് ചെയ്ത് ശരിയാവത്തില്ലെന്ന് തോന്നി. ഞാൻ പിന്നെ തിരിച്ച് വീണ്ടും താഴത്തേക്ക് എടുത്ത് റീഅറേഞ്ച് ചെയ്യാൻ വെക്കുവാണ്. പിന്നെ ഇതാണ് എൻ്റെ കാസിയോൻ്റെ വാച്ച്. അതെനിക്ക് അത്യാവശ്യം ഒക്കേഷനിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇത് മൈ ഫേവറേറ്റ് കാസിയോൻ്റെ ഒരു വാച്ചാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കുട്ടികളുടെ വാച്ച് കാണിച്ചതാണ്. ലോട്ട് ഓഫ് പെട്ടിയാണ്. കമ്മൽ വന്നു. കമ്മലെല്ലായിടത്തും കാണുന്നത്. പക്ഷെ കമ്മൽ എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. അല്ല എപ്പോഴും ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു ഉത്സവത്തിനൊക്കെ വാങ്ങിച്ചു. എപ്പോഴും യൂസ് വരാറില്ല. മടുക്കട്ടെ. കുറേ കളക്ട് ചെയ്യുന്നുണ്ട് കുട്ടിവളകൾ. പിന്നെ ഞാൻ അധികം എപ്പോഴും വളകൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ മിക്കവാറും ചെയിനായിരിക്കും ഉണ്ടാകുന്നത്. അതൊന്നും മാറ്റിയിടാറില്ല. എനിക്കിപ്പം സാഗ് പിടിക്കുന്നത് ഇതൊക്കെ വളരെ സെറ്റായിരുന്നു. മാറ്റി സൂക്ഷിച്ചിട്ട്
കാരണം എവിടെ നോക്കിയാലും കമ്മലുകളുണ്ട്. ഇതിനകത്ത് സിൽവർ കമ്മലുകളാണ്. നമുക്കത് കേൾക്കാൻ അങ്ങനെ ഹലോ കേൾപ്പിച്ചു. ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ താഴെ ഇരിക്കട്ടെ. കണ്ട് ഞാൻ ഈ എനിക്ക് ലിസ്റ്റ് സെഗ്മെൻറ്റ് വായിച്ചാൽ മതിയില്ല. രസമുണ്ട്. ഞാൻ അത് യൂസ് ചെയ്യാത്താണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഇത് കമ്മലുകളാണ്. ഒരു വലിയ 2 മോതിരം, പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാണ്. ഒന്നൊന്ന് കമ്മലിനായിട്ട് സ്ഥലമില്ലായിരിക്കും. താഴത്തെ വെച്ചാൽ എനിക്ക് അത്യാവശ്യം ഒന്നുമില്ല. ഇതിനിടയിൽ പോകുന്ന സാധനങ്ങൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യം ഇത് എനിക്ക് ഓൾറെഡി കാണിച്ചു. സോസ് കണ്ട ഞാൻ പണ്ട് ഫ്രഷ് മേക്കപ്പിൻ്റെ ഒക്കെ ഒരു ഐഡിയ ഇല്ല. അപ്പം നമുക്കൊന്ന് ട്യൂട്ടോറിയൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോയിൽ പണ്ടെങ്ങാണ്ട് ഓർഡർ ചെയ്താൽ, പക്ഷെ ആവശ്യം തന്നെ വന്നിട്ടില്ല. കുറച്ച് വൈബ്സ് താഴത്തേക്ക് നോക്കിയിട്ട് ഓഫ്കോഴ്സ് ഇതിനകത്ത് കമ്പനികളല്ല. എനിക്കിത് സ്റ്റുഡിയോ വെബ്സൈറ്റ് അങ്ങനെ ഏതെങ്കിലും കടയിൽ പോകുമ്പോൾ പിന്നെ ഇതെന്നെ ഓമനപ്പെട്ട് എനിക്ക് ആദ്യമായി വായിച്ചിരുന്ന പാദസ്ത്രമാണ്. പക്ഷേ യൂസ് ചെയ്യാറില്ല. ശരി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ശരി ഞാൻ തൊട്ടിട്ട് പോകുന്നില്ല കേട്ടോ. പിന്നെ കാണുമ്പോൾ വായിച്ചു വയ്ക്കും. നമുക്ക് ഈ കമ്മൽ കളക്ഷൻ തന്നെ വെച്ചിട്ടൊരു വലിയ വീഡിയോ ചെയ്യാറുണ്ട്. ഇതാണ് ഫ്രഷ് അത്യാവശ്യമാണ് നമുക്ക് വെച്ചപ്പോൾ ഇതൊക്കെയപ്പോൾ പറച്ചീവൻ്റെ വീട്ടിലെ സാധനങ്ങൾ വേസ്റ്റ് വന്നു. പക്ഷെ എനിക്ക് പെട്ട് കളയുന്നൊന്നുമില്ല. പെട്ടിനകത്തുള്ള സാധനങ്ങൾ ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്തില്ലായിരിക്കും. ലിപ്സ്റ്റിക്ക് ഒക്കെ പക്ഷെ ഭയങ്കര കളറാണ്, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നല്ല കളറാണ്, നല്ല കളറൊക്കെ നല്ലതാണ്. പക്ഷെ എൻ്റെ ഫേസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഡാർക്കായി വരും. ഇതൊന്നും വലിയ ആവശ്യമില്ലാത്ത പിന്നെ വളരെ വെച്ചിട്ടാണ് ഞാൻ അത് കളറില്ല. അതിന് വില വെച്ചൊക്കെ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം. പെട്ടി കളയാൻ വന്നതാണ്. എന്നാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെട്ടിയാണല്ലോ. ഞാൻ പെട്ടി കളയാൻ പോവുകയാണ്.
ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഗ്ലാസ് ഇതിനകത്തുണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഫേസ് മാസ്ക് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യും. ഇത് ആർട്ടിഫിഷ്യൽ മണിക്കാണ്, ഒറിജിനൽ മണിക്കാണ്. ആർട്ടിഫിഷ്യൽ ഞാനിപ്പോൾ മാറ്റി പേര് ചെയ്ത് ഇത് നമ്മുടെ പുണ്യാളാണ്. ഇതിലേക്ക് നമ്മൾ നോക്കിയിട്ട് താഴെ എൻ്റെ കുറച്ച് ചെരുപ്പുകളാണ്. ചെരുപ്പുകൾ ഇത് സെറ്റ് ചെയ്യാം അല്ലേ? സോ നമ്മുടെ സ്പേസ് അതിൻ്റെ ക്ലീൻ ആയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ പേഴ്സണൽ സ്പേസ്. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അത് ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബുക്സൊക്കെ ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന സ്ഥലമൊക്കെ നല്ല വൃത്തിക്ക് ഇങ്ങനെ കിട്ടി കഴിയുമ്പോഴത്തേനും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണല്ലോ.
അപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സോ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ചാ ബൈ ബൈ, സീ യു.